ഗുഡ് മോർണിംഗ്. എന്തോ സൂര്യഗ്രഹണ ഫിലിം, എന്തൊക്കെ പേരുകൾ. എന്തോ ആ പപ്പേട്ടന്റെ ബെഡ്ഷീറ്റ്, ഹലോ കാൽഷീറ്റ്. അയ്യോ, ഈ വർഷം ഒരു രക്ഷയുമില്ല ആശാൻ. നിങ്ങൾ എത്ര തവണ കാൽഷീറ്റ് ഇട്ട് ക്യാൻസൽ ചെയ്യണേ? വേണമെങ്കിലേ അടുത്ത വർഷം ജൂണില് ഒരു 3-4 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ നിങ്ങളുടെ പടത്തിന്റെ ഈ പാട്ടുകളും കഥകളും ഒക്കെ ആരാണ് എഴുതുന്നത്? ഓഹോ, അദ്ദേഹം അല്ല. എന്റെ കൈവശം കുറെ പാട്ടുകളും കുറെ കഥകളും ഉണ്ട്. TD മാർക്കണ്ഡേയൻ, കടലിൽ കലക്കിയ കായം, കൊടുങ്കാറ്റിൽ രക്തമില്ലാത്ത യുവതി. എന്താ ഇതൊക്കെ ഒന്ന് ചേർക്കാൻ പറ്റുമോ? നമ്മുടെ എന്താ ഇത് പറ്റൂലേ? എന്താ തന്തയുടെ പറയാൻ? മാധവ, ആരോടായിരുന്നു ഫോണിൽ ലാത്തി അടിച്ചുകൊണ്ടിരുന്നത്? ഏതോ പെണ്ണ. പപ്പേട്ടനോട് ഇപ്പൊ തന്നെ സംസാരിക്കണം, ഇല്ലെങ്കിൽ ഒരു തൂങ്ങിക്കെട്ടലോ പട്ടാണെന്നാ തോന്നുന്നത്. ജ്യൂസ് കൊണ്ടുവരട്ടെ? ആരാ വേണ്ട? കത്തികൾ അല്ല, പിന്നെ കത്തുകൾ. റിപ്ലൈ. ആ ഡൊണേഷൻ അനാഥാലയത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഗുഡ്. ഹലോ, ഹലോ മിസ്റ്റർ കുമാർ. ഓ, യുണൈറ്റഡ് ഇന്ത്യ കോളനിയിലെ എന്റെ ബംഗ്ലോ. അധികം വിൽക്കുന്നില്ല. സോറി, ഞാനതൊരു നഴ്സറിക്ക് ഡൊണേഷൻ കൊടുത്തിരിക്കുകയാണ്. താങ്ക് യു. അമ്മേ, ഓ അമ്മ ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലാന്ന് തിരക്കിയെന്നറിയാം. ഇത്രയും വലിയ വീട് പണിഞ്ഞത് അബദ്ധമായി പോയി. ഇവിടെ അമ്മ ഏത് മുറിയിലാണെന്ന് മകൻ അറിഞ്ഞൂടാ, മകൻ ഏത് മുറിയിലാണെന്ന് അമ്മയ്ക്ക് പറഞ്ഞൂടാ. അറിഞ്ഞൂടാ. അങ്ങനെയല്ലേ നിന്റെ ജോലി തിരക്ക്. നീ ഒരിടത്ത് നിന്ന് സംസാരിക്കടാ. നീ രാവിലെ 5 മണിക്ക് ഇവിടെ നിൽക്കും, രാത്രി 3 മണിക്കാ തിരിച്ചു വരുന്നു. അമ്മയെന്ന് പറഞ്ഞൊരു ജീവി ഈ വീട്ടിലുണ്ടെന്ന് നിനക്ക് വല്ല വിചാരമുണ്ടോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അമ്മ നല്ല ഓർക്കുമായിരിക്കും. ഓരോ ദിവസം ചെല്ലും തോറും എന്റെ മോന്റെ മുഖം മറന്നു പോകുന്നത് പോലെ തോന്നും. ഇങ്ങനെ രാവും പകലും ജോലി ചെയ്യാതെ ഒരു ദിവസമെങ്കിലും വിശ്രമിച്ചൂടെ മോനെ? വിശ്രമിക്കാനോ? ആ നേരം ഞാൻ ജോലി ചെയ്താ എന്റെ പ്രൊഡ്യൂസർക്ക് 500 അടി പടമെടുക്കാൻ കഴിയും. അതെ, അമ്മ പുറപ്പെടാ. എവിടേക്ക്? എവിടേക്കെന്നോ? അതും മറന്നു. ഈ കാര്യം എന്താന്ന് പറ. ഫിലിം ഫാൻസ് അസോസിയേഷൻ എന്നെ നല്ല നടനായി തിരഞ്ഞെടുത്തതിന്റെ അവാർഡ് തരുന്ന ദിവസമാണെന്ന് മാധവൻ അമ്മയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. അമ്മയ്ക്ക് വേണ്ടി ആദ്യത്തെ റോയിൽ ഒരു സീറ്റ് ഒഴിച്ചു വെച്ചേക്കും. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? 1000s ഓഫ് ഫോൺ കാൾ. 100 തവണയല്ല, 2 തവണയായിട്ട് ഫോൺ വരുന്നു. എല്ലാരും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സമയം അമ്മേ, വരൂ. നീ പൊയ്ക്കോ മോനെ. അമ്മേ, എനിക്ക് ദേഷ്യം വരുന്നത്. എന്റെ മോൻ പോയിക്കോ. എത്തിക്കഴിഞ്ഞു. അവര് വീണ്ടും വിളിച്ചിരുന്നു. നമുക്ക് വേഗം പുറപ്പെടാം. പുറത്ത് റെഡിയായിട്ടുണ്ട്. എന്താ എല്ലാരും കൂടി? സാറിന് അവാർഡ് കിട്ടിയതിന്റെ ആഘോഷം ഞങ്ങൾ കൂടി ഒന്ന് പോയി കണ്ടാക്കൊള്ളാമല്ലോ. എല്ലാവർക്കും പോണോ? അമ്മ സമ്മതം തന്നാൽ. അത്ര ആഗ്രഹമാണെങ്കിൽ പൊയ്ക്കോളൂ. എന്റെ മോനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇവർക്ക് എത്ര ആഗ്രഹം. ഞാൻ അവന്റെ അമ്മ. കല്യാണി, நீ போய் ஒரு ஆட்டோ ரிக்ஷா கொண்டு வா. எதுக்குமா? என் மகனை பத்தி எல்லாரும் என்ன சொல்றாங்கன்னு நானும் கேட்கணும். சீக்கிரமா போ. அம்மா காரு வேண்டாம், யாருக்கும் தெரியாம போயிட்டு வரேன்.
സിനിമ പോയി ഓട്ടോ വിഷക്കുന്നു. ഉത്തമകലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു പോളിസിയാണ് മലയാള ഫിലിം ഫാൻസ് അസോസിയേഷനുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നടനായി അംഗങ്ങൾ തെരഞ്ഞെടുത്തത് ശ്രീ പപ്പുവിനെയാണ്. പപ്പു അതർഹിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഏതായാലും പ്രസംഗം അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്ക് അവാർഡ് ദാന ചടങ്ങിലേക്ക്. അങ്ങനെ വളരെ കുറച്ച് കാലയളവ് കൊണ്ട് മലയാള ചലച്ചിത്ര നഭോമണ്ഡലത്തിൽ ഒരു അത്യുജ്വല താരമായി ഉദിച്ചുയരാൻ കഴിഞ്ഞ ശ്രീമാൻ പപ്പുവിന് ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങളുടെ വക അവാർഡ് കൊടുക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു നടനെന്ന നിലയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷമാണിത്. മദ്രാശി നഗരത്തിലെ മലയാള ഫിലിം ഫാൻസ് അസോസിയേഷൻ ഈ വർഷത്തെ ഏറ്റവും നല്ല നടനായി എന്നെ തെരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് മതിമറന്നുപോയി. എനിക്ക് ആദ്യമായി കിട്ടുന്ന ഒരു അംഗീകാരമാണിത്. കലാസ്നേഹികളായ നാട്ടുകാരുടെ സ്നേഹമാണ് ഒരു കലാകാരന്റെ നിലനിൽപ്പിന് ആധാരം. ഞാനൊരു വലിയ നടനാണ് എന്നോട് പലരും പറഞ്ഞല്ലോ. അതിന് കാരണം നിങ്ങൾ മാത്രമാണ്. സത്യത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് ഓരോ മാല വീതം തരേണ്ടത്. അത്രയും മാല ഇവിടെ സ്റ്റോക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാലയും പൊക്കി ഞാൻ വാങ്ങി. ഒരു കലാകാരൻ എന്ന നിലയിൽ നിങ്ങളോടുള്ള കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ യോഗം അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് നന്ദി. എന്താണ് ഇത്? ഉപ്പുമുളം ചുറ്റിയിട്ടതാ. എത്ര പേരാ എന്റെ മോൻ നോയിക്കൊണ്ടിരുന്നത്. ആരെങ്കിലും കണ്ണുവെട്ടി കണ്ണതാണ് പിന്നെ കാലം. അമ്മേ, പരിപാടി അത്യുഗ്രന, പ്രസംഗം പൊട്ടിപ്പൊടിച്ചു. എനിക്കറിയാടാ, കലാസ്നേഹികളായ നാട്ടുകാരുടെ സ്നേഹമാണ് ഒരു കലാകാരന്റെ നിലനിൽപ്പിന് ആധാരം. അല്ലേടാ? എല്ലാം എനിക്കറിയാം. എന്താണ് പ്രസംഗിക്കാൻ പോണെന്ന് മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നവരെ എനിക്കേ അറിയില്ലായിരുന്നു. പിന്നെ അമ്മ എങ്ങനെ എത്രയും കണിശമായി പറയുന്നത്? ആ തിരക്കിന്റെ ഇടയിൽ എങ്ങനെയോ തിക്കി തിരക്കി ഞാനും അവിടെ വന്നു. ദാ നിന്റെ കയ്യൊപ്പവും വാങ്ങിച്ചു. ഇതെന്തോടാത്? കാക്ക തോണ്ടുന്നത് പോലെയാണ് എഴുതുന്നത്. എഴുതുമ്പോ നന്നായിട്ട് എഴുതിക്കൂടെ? അമ്മ ഇങ്ങനെ അവിടെ വന്നു. എങ്ങനെയോ വന്നു. ഞാൻ വിളിച്ചപ്പോ വലിയ വീരം കാണിച്ചു ഇവിടെ കുത്തിയിരുന്നു. അമ്മയ്ക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ പോയ ഉടനെ വരണമെന്ന് തോന്നി. പുറകെ വന്നു. അതെ, അമ്മ എവിടെയായിരുന്നു? ഞാൻ എവിടെയും ഇരുന്നില്ല. പുറത്ത് ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് എല്ലാം കേട്ടു. പുറത്ത്? അമ്മ എന്താ അകത്തേക്ക് വരാതിരുന്നു? എത്ര പേരെഴുന്നേറ്റ് നിന്ന് അമ്മയെ ബഹുമാനിക്കുമായിരുന്നു. എനിക്ക് എന്തിനാടാ ബഹുമാനം? അമ്മയ്ക്കില്ലാതെ ബഹുമാനം പിന്നെ എനിക്കോ? എന്നേക്കാൾ കൂടുതൽ ഈ ലോകം എന്റെ അമ്മയെ അപമാനിക്കുന്നു. ഞാൻ മാത്രമല്ലടാ നിന്നെ സ്നേഹിക്കുന്നത്. നീ എന്റത് മാത്രമല്ല. ഇപ്പൊ അമ്മയ്ക്ക് സന്തോഷമായില്ലേ? ഇല്ല, വിഷമം തോന്നും. അമ്മേ, ഇത്രയും പേര് നിന്നെ സ്നേഹിക്കാനുള്ളപ്പോൾ നിന്നെ മറന്നു പോകുന്നു
എനിക്ക് പേടിയാവുന്നതാ മോനെ, എനിക്ക് പേടിയാവുന്നു. അമ്മ എന്തായി പറയുന്നത്? ഞാൻ അമ്മയെ മറന്നു പോകുന്നു. ഈ ലോകത്തിൽ എനിക്ക് നീ മാത്രമാണുള്ളത്. നിനക്ക് വേണ്ടി മാത്രമാണല്ലോ ഞാൻ ജീവിക്കുന്നത്. നിനക്ക് വേണ്ടി മാത്രം. നീ എന്നെ മറന്നാലും സാരമില്ല. നീ എന്നും എന്റെ കൈക്കുള്ളിൽ തന്നെ ഉണ്ട്. എന്റെ കൈക്കുള്ളിൽ ഇതാ നോക്കട. എന്നെയും നിന്നെ അകറ്റാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കില്ല. മോനെ. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. അമ്മേ, മോനെ, എന്തിനാണ് അമ്മ ഇങ്ങനെ പറയുന്നത്? അമ്മയെ വിട്ട് ഞാൻ എവിടെ പോകാനാ? പപ്പേട്ടാ, കണ്ടോ, മാധവൻ നമ്മളെ പിരിക്കാൻ വന്നിരിക്കുന്നു. അമ്മേ, മാധവൻ നമ്മളെ അകറ്റാനല്ല വന്നത്, പ്രോഗ്രാം പറയാനാ. അമ്മേ, നാളെ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. വെറും 200 മൈൽ അപ്പുറത്താ. ഞാൻ പോട്ടെ? പൊയ്ക്കോ. എത്ര ദിവസത്തെ ഷൂട്ടിംഗ്? നാളെ പകൽ മാത്രമേ ഉള്ളൂ. രാത്രി ഇവിടെ തിരിച്ചെത്തും. ഇവിടെ വുമൻസ് കോളേജിന്റെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനമാണ്. ഞാൻ എന്തിനാ ദിവസം ചോദിച്ചതെന്നു മോനറിയാലോ. പിന്നെ മറ്റന്നാൾ അച്ഛന്റെ ശ്രാദ്ധം. അത് ഞാൻ മറക്കും അമ്മേ. മറ്റന്നാൾ എന്റെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചേക്കുക. ഞാൻ പോട്ടെ. ഇപ്പൊ തിരിച്ചാലേ സമയത്തിന് അവിടെ എത്താൻ പറ്റൂ. മോനെ, സൂക്ഷിച്ചു പോണം. രാത്രി സമയമാണ്. വണ്ടി പതുക്കെ ഓട്ടിക്കാൻ പറയണം. അമ്മ എന്തിനാ പേടിക്കുന്നത്? അമ്മയുടെ മകൻ എപ്പോഴും അമ്മയുടെ കൈക്കുള്ളിലില്ലേ?